ഇറവറൻസ് മണ്ണെണ്ണയൊക്കെ തീർന്നോ? ബഹുമാനക്കുറവ്. ഈ ബാർബർക്ക് എന്തിനാണ് എനിക്ക് വിശക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സോ ഗൈസ്, വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു മലയാളം സിനിമയുടെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അടുത്തിറങ്ങിയൊരു സിനിമ നമ്മുടെ ഡയസ് എറെ, പ്രണവ് മോഹൻലാൽ ലീഡ് ആക്ടർ, രാഹുൽ സദാശിവൻ ഡയറക്ഷൻ, റൈറ്റർ. സത്യം പറഞ്ഞാൽ ഈ സിനിമ കാണാൻ പോകണോ എന്ന് ഞാൻ വളരെ ആലോചിച്ചു. ബിക്കോസ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് സത്യം പറയില്ല, എനിക്ക് എന്തോ എവിടേക്കും ഒരു മിസ്സിങ് പോലെ തോന്നി. പിന്നെ രാഹുളാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നുള്ള ഒരു സംഭവം കൊണ്ട് മാത്രം ഇത് ഞാൻ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കാണാം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് മറ്റുള്ളവരൊക്കെ ഒരു റിവ്യൂ ഒക്കെ കേട്ടിട്ട് പോകാം എന്ന് കരുതി അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എന്തായാലും സംഭവം ഞാൻ പോയി കണ്ടു. ഒറ്റ വാക്കിൽ കിടിലം, വേറൊന്നും പറയാനില്ല. സൂപ്പർ സൂപ്പർ, വേറെന്താ പറയുക, അടിപൊളി സിനിമ. അടിപൊളി സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടിപൊളി സിനിമ എന്ന് പറയുമ്പോൾ അടിച്ചു പൊളിച്ചുള്ള സിനിമയല്ല, ഇതൊരു ബ്ലഡി ബ്രില്യൻറ്റ് ഹൊറർ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലഡി ബ്രില്യൻറ്റ്, ബ്ലഡി എന്ന് പറയുമ്പോൾ ബ്ലഡ് ഇല്ല, പക്ഷെ എന്നാലും ബ്രില്യൻറ്റ് ഹൊറർ മൂവി. ഈ ഹൊറർ മൂവി ജോണറിലുള്ള സിനിമകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എന്നെ പോലത്തെ കുറച്ച് ഭ്രാന്തന്മാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുള്ളൂ. ബിക്കോസ് വളരെ ലിമിറ്റഡ് ഫാൻസ് ഉള്ളൊരു ജോണറാണ് ഈ ഹൊറർ. ബാക്കി ഡ്രാമ എടുത്താലും കോമഡി, അതിന് ആക്ഷൻ, സൈഫൈ, അതിനൊക്കെ ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ടാവും. പക്ഷേ ഈ ഹൊറർ എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുള്ളൂ ഫാൻസായിട്ട്. അതിൽ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭ്രാന്തി പിടിച്ച ഒരു ഫാനാണ് ഞാനും. ഹൊറർ ഫാനാണ്. എൻ്റെ അനിയനും ഒരു ഹൊറർ ഫാനാണ്. അപ്പോൾ സംഭവം എന്തായാലും ഞാൻ എൻ്റെ അനിയൻ്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. സിനിമ കാണാൻ മുമ്പ് ഞാൻ നേരിട്ട് പോയി കാണാമായിരുന്നു. ഞാനും വൈഫ് പോയിട്ടാണ് കണ്ടത്. വോക്സിലാണ് കണ്ടത്. മാക്സിലാണ് കണ്ടത്, വോക്സിൻ്റെ. അപ്പോൾ സിനിമ ഞാൻ പറഞ്ഞു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതിഗംഭീരം, അടിപൊളി, സൂപ്പർ ബ്രില്യൻ മൂവി. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ബിക്കോസ് അതാണ് അതിൻ്റെ ഒരു ഇത്. ബിക്കോസ് സൗണ്ട് എഫക്ട്സും ആ സ്ക്രീനിൻ്റെ പ്രസൻസും പിന്നെ ലൈറ്റിങ്ങും പിന്നെ നമ്മൾ ഇരുട്ടത്തിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്, ഇതെല്ലാം കൂടി ഒത്തു വരുമ്പോൾ ശരിക്കും നമ്മൾ ഒന്ന് കിടുങ്ങിപ്പോവും, ഒന്ന് പേടിച്ചു പോകും. പിന്നെ പ്രത്യേകിച്ച് ഇത് ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പറ്റില്ല. സോ മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ ധൈര്യപൂർവ്വം ചെയ്യട്ടെ. പക്ഷെ ഒറ്റയ്ക്ക് ഒരു പോയിട്ട് MK ആയിട്ടുള്ള തിയേറ്ററിലൊന്നും ഇരുന്നിട്ട് ഈ സിനിമ കാണാൻ പറ്റില്ല. അത് ശരിക്കും കുരുവിട്ടു, പേടിച്ച് തൂറെന്ന് പറഞ്ഞ പോലെ ആ ടൈപ്പ് ഓഫ് സൗണ്ട് എഫക്ട്സും ചില ഒരു ഞെട്ടിപ്പിക്കുന്ന സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് സിനിമ അധികം പേരില്ലാത്തൊരു തിയേറ്ററിൽ കാണുമ്പോൾ ഉറപ്പായിട്ട് ഇത് പേടിച്ചു. പക്ഷേ കുറേ പേരൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അത്ര ഒരു ഭീതി തോന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബിക്കോസ് വി നോ ദാറ്റ് വി ആർ സറൗണ്ടഡ് ബൈ അതേഴ്സ് ആൻഡ് സോ വി വോണ്ട് ഫീൽ ദാറ്റ് ഒരു അത്രയ്ക്കൊരു ഹോണ്ടിങ് ഫീലിംഗ് തോന്നില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ്, ലെറ്റ് മി ടെൽ യു, ഇറ്റ്സ് റിയലി ഹോണ്ടിങ്. ഫസ്റ്റ് ഹാഫ് പൊളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ആ ഇൻ്റർവെൽ വരെയുള്ളൊരു സംഭവം. അത് ശരിക്കും നിങ്ങളത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല. നിങ്ങളത് പോയി കണ്ടവർക്കറിയാം ഞാൻ എന്തായി പറയുന്നത്. ആ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഈ സംഭവിക്കുന്നത് പറഞ്ഞ് പിന്നെ പെട്ടെന്നൊരു എന്താ പറയുക, ആ ചടപടയെന്നുള്ള സംഭവം നമ്മളാകെ അങ്ങനെ കോരിത്തിരിപ്പിക്കുന്ന ഒരു ലെവലെത്തിയിട്ട് ആ ഇൻ്റർവെല്ലിൽ നിർത്തും. അപ്പം നമ്മളെ പെരുവരിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു വിറയലൊക്കെ ഉണ്ടാവും, നല്ലൊരു രോമാഞ്ചമൊക്കെ കിട്ടും, ഒരു ചെറിയ പേടിയൊക്കെ തോന്നും മനസ്സിൽ. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കിടക്കുമ്പോൾ ഒരുതരം ഇൻവെസ്റ്റിഗേഷൻ മോഡിലാണ് പിന്നെ സിനിമ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഇൻ്റർവെൽ വരെ ഉണ്ടായിരുന്ന ഒരു പേടിയും ഇതൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് പിന്നെ ഒരു അതിങ്ങനെ മുന്നോട്ട് പോകുന്ന തോറും ചെറുതായിട്ട് കുറയാൻ തുടങ്ങി. ബിക്കോസ് അതൊരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിലാണ്, കൂടെ ഒരു അന്വേഷണം പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രണവിൻ്റെ ക്യാരക്ടറും മറ്റൊരാളും പൂറ്റി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും പ്രണവിൻ്റെ റോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും അവർ തമ്മിലൊരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. അപ്പോൾ
എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കും തോറും നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയവും ഭീതിയൊക്കെ മെല്ലനെ മെല്ലനെ കുറഞ്ഞ് പിന്നെ ആ ഒരു ഹൊറർ എന്ന് പറയുന്ന സംഭവം മെല്ലനെ മാറിപ്പോകും. പക്ഷേ എൻ്റെ വരുമ്പോൾ വീണ്ടും നമ്മളൊന്ന് കെടും. അങ്ങനെ നമ്മൾ കിടിങ്ങിട്ട് ഇറങ്ങിപ്പോരുള്ളൂ അവിടെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, പെർഫോമൻസ് ആൻഡ് BGM, ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ. ഇത് ഭയങ്കര ഒരു ഫാക്ടറാണ് ഈ സിനിമയിൽ. ബിക്കോസ് ക്ലോസ് ഓഫ് ഷോട്ട്സിലൊക്കെ പ്രണവ് അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രണവ് ഇങ്ങനെ ഇത്രയും അഭിനയിക്കുമെന്ന് ശരിക്കും ഞാൻ തന്നെ സർപ്രൈസ്ഡ് ആയിപ്പോയി. ബിക്കോസ് പഴയ മുമ്പത്തെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രണവിൻ്റെ അഭിനയം എത്രത്തോളം വരുന്നുണ്ട് നമുക്കറിയാം. ഹൃദയം, പിന്നെ ഒരു തല്ലിപ്പള്ളി സിനിമ ഉണ്ടായിരുന്നല്ലോ വിനീത് ശ്രീനിവാസൻ്റെ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ പഹയന് എന്തെങ്കിലും കഴിവുകളുണ്ടോ ശരിക്കും, അതോ ഇത് ജസ്റ്റ് ഒരു പേര് മാത്രം ആണോ. പക്ഷേ ഇതിൽ ഈ പ്രണവ് മോഹൻലാൽ ആസ് എൻ ആക്ടർ, he has done 100% justice to the role he has performed. ഒരു രക്ഷയില്ല. ആ പ്രണവ് അങ്ങനെ പെർഫോം ചെയ്യാതെ ആ സിനിമ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. രാഹുലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് സിനിമ എഴുതിയത് തന്നെ പ്രണവിന് വേണ്ടിയിട്ടാണ്. പ്രണവനും മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ക്യാരക്ടറിനെ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഡയറക്ടർ ഒരു കോൺഫിഡൻസ് ലെവൽ ആലോചിച്ച് വെക്കുന്നുണ്ട്. ഇവിടെ ബ്രില്യൻ ഡയറക്ടർ, അതാണ് ഞാൻ പറയുന്നത്. സച്ച് എ ബ്രില്യൻ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ സമ്മതിച്ചു. ഞാൻ രാഹുലിൻ്റെ റെഡ് റെയിൻ എന്ന് പറഞ്ഞ സിനിമ 2013-14 ഇറങ്ങിയപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈൻ കണ്ടതാണ്. ഇത് ആ സിനിമ ആരും കണ്ടു കാണുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഞാൻ രാഹുൽ സദാശിവനാണ് അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പോലും ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ ഈ ഭൂതകാലം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴാണ് ഇതാരാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഈ പയ്യനാണോ ഈ റെഡ് റെയിൻ എന്ന് പറയുന്ന സിനിമ ചെയ്തത്. ബിക്കോസ് ഇറ്റ്സ് എ മൂവി അബൌട്ട് ഏലിയൻസ്. ഈ മലയാള സിനിമയിലൊക്കെ 2013 ഏലിയൻസിനെ പറ്റി സിനിമ ഉണ്ടാക്കാൻ നടന്നു എന്ന് പറയുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉള്ളവർ തന്നെ പറ്റുള്ളൂ അത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഡയറക്ടർ പുള്ളി ഇനി അതൊരു ബ്രാൻഡ് നെയിമായി മാറി ശരിക്കിപ്പോൾ. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് 92 രാം ഗോപാൽ വർമ്മയുടെ RGVയുടെ രാത്ത് എന്ന് പറഞ്ഞ ഹൊറർ സിനിമ കണ്ടത്. സാധാരണ നമ്മൾ ഈ ഹോളിവുഡിലും കൊറിയൻ സിനിമയൊക്കെ കണ്ടിട്ട് ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടിട്ട് നമ്മൾ കിടുങ്ങി പേടിച്ച് രാത്രി ഉറങ്ങാൻ പറ്റാതെ കിടക്കുന്നുണ്ട്. പക്ഷേ രാത്ത് കണ്ടിട്ട് ഞാൻ ശരിക്കും അന്നത്തെ രാത്രി എൻ്റെ ശോകമായിരുന്നു. ആ ഒരു രാത്രി മാത്രമല്ല, പല രാത്രികളും ഉറക്കം കിട്ടാത്ത രാത്രികളായിരുന്നു. അപ്പോൾ ആ ലെവലിലാണ് ഈ എന്താ പറയുക ഈ രാഹുൽ സദാശിവൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. ബിക്കോസ് ദ വേ ഹാസ് എക്സിക്യൂട്ടഡ് ദ ഫിലിം ഈസ് ബ്രില്യൻറ്റ്. അത് ഒരു പഴുതും കൊടുക്കാന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിൽ ഇപ്പം നമുക്ക് കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഡൗട്ട്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊരു സെക്കൻഡ് പാർട്ട് വരും, അതിൽ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും എന്ന രീതിയിലാണ് സിനിമ നിൽക്കുന്നത് എൻഡിങ്ങിൽ. സോ ഓൾ യുവർ ക്വസ്റ്റ്യൻസ് വിൽ ബി ആൻസേർഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട്. ഈവൻ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ അതും ചിലപ്പോൾ അതിലായിരിക്കും ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിപ്പോൾ പറയുന്നില്ല. ബിക്കോസ് ഇതിപ്പോൾ കാണാത്ത കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അവരെ വെറുതെ നമ്മൾ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ എന്നിരുന്നാലും ഉഗ്രൻ ഒരു ഹൊറർ ഫിലിം മലയാളത്തിൽ. ഭ്രമയുഗം ഹൊറർ സിനിമയായിരുന്നെങ്കിലും ഇത്രയ്ക്ക് അങ്ങോട്ടൊരു ഹോണ്ടിങ് ആയിരുന്നില്ല, അതൊരു വേറെ ലെവൽ. പക്ഷെ ഭൂതകാലം ശരിക്കും ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഭയങ്കര ബ്രില്യൻറ്റ് മേക്കിംഗ് ആയിരുന്നു അതിൻ്റെ. പക്ഷെ അതൊരു വേറെ സംഭവം, ഇതൊരു വേറെ സംഭവം. പക്ഷെ അതിനായിട്ടൊരു ചെറിയ കണക്ഷൻ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതിനൊരു യൂണിവേഴ്സായി മാറും. ഇനിയിപ്പോൾ ഭ്രമയുഗം അല്ലെങ്കിൽ ഭൂതകാലം യൂണിവേഴ്സോ അല്ലെങ്കിൽ ഡയസിറ യൂണിവേഴ്സായി മാറുമെന്ന് എനിക്കറിയണം. അതൊരു യൂണിവേഴ്സിൻ്റെ തുടക്കമാണെന്ന് എനിക്കറിയണം. പക്ഷേ ഇതിൽ ഈ
ഭൂതകാലം, പ്രമേയുഗം, ഡയസർ ഇതിലെല്ലാം ഒരു കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സായി മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. 3 സിനിമകളായിരുന്നു. എന്നിരുന്നാലും സംഭവം പൊളിച്ചു. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാങ്ങാത്തൊരു എഫക്റ്റും നിങ്ങൾ കിട്ടില്ല. ഒരു സാധാരണ ഒരു ഹൊറർ ഫിലിം കാണുന്ന പോലെ നിങ്ങൾക്ക് തോന്നുള്ളൂ. പക്ഷേ തിയേറ്ററിൽ പോയിട്ട് അത് കുറച്ച് ക്രൗഡ് കുറവുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ കൂടുതൽ പേടി തോന്നും. അപ്പോൾ പിന്നെ രാത്രി വീട്ടിൽ വരുമ്പോഴാണ് പിന്നെ പ്രശ്നം. രാത്രി സിനിമ കണ്ടിട്ട് വീട്ടിൽ വരികയാണെങ്കിൽ ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് വയ്ക്കും, നല്ലതാണ് വരുന്ന സമയത്ത് തന്നെ. ചെറുതായിട്ട് നമുക്ക് എന്തൊക്കെയോ ഉള്ളതായിട്ട് തോന്നും ഫീലിംഗ്, പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണെങ്കിൽ. കൂടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നെ പോലെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ പോയി കാണുക. നല്ല സിനിമയാണ്. ഇതൊരു പെയിൻ അഡ്വർടൈസ്മെൻറ്റോ ഒന്നുമല്ല, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. സോ താങ്ക് യു വൺസ് അഗെയിൻ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.